dear students, അപ്പോൾ എല്ലാവർക്കും ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ NOS 10th സ്റ്റുഡൻസിന് മാത്സിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു ചോദ്യമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലേ, സ്പെഷ്യൽ പ്രൊഡക്ട്സ് ആൻഡ് ഫാക്ടറൈസേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ചാപ്റ്ററിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇതുപോലെ ഹാഫ് ഓഫ് 2⁻100. അതായത് ഈ പവേഴ്സിന്റെ കുറെ ക്രിയകൾ അതിൽ നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ പോലുള്ള പല മെത്തേഡ്സും ഉപയോഗിച്ച് നമുക്കതിൽ ചോദ്യം ചെയ്യാനുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന ഒരു ചോദ്യമാണ് ഇതുപോലെ പവേഴ്സ് തന്നിട്ട് അതിന്റെ ഹാഫ് കണ്ടുപിടിക്കാൻ, അതിന്റെ ഡബിൾ ഇരട്ടി കണ്ടുപിടിക്കാൻ, അങ്ങനത്തെ പല ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് 1 മാർക്കിന് 2 മാർക്കിനൊക്കെ നമ്മൾ ചോദ്യപേപ്പറിൽ ചോദിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നത്? ഇപ്പൊ ചിലപ്പോൾ ഇത് നമുക്ക് MCQ ആയിട്ട് തരാം. 4 ഓപ്ഷൻസ് നേരെ തന്നിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇത് എഴുതാൻ പറ്റും. ഇതിന്റെ ഹാഫ് നേരെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് 2⁻100ന്റെ ഹാഫ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ നമ്മൾ എന്താകും, ഏതെങ്കിലും ഒരു നമ്പറിന്റെ ഹാഫ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എന്താ, അതേ ഡിവൈഡഡ് ബൈ 2 ചെയ്യലാണ് അല്ലെ. അതിന്റെ പകുതി, ഇപ്പൊ പകുതി കണ്ടുപിടിക്കുക, 2⁻100ന്റെ പകുതി കണ്ടുപിടിക്കുക. അപ്പൊ ഇതെന്താണ്, ഇത് നമ്മുടെ ഡിനോമിനേറ്ററിലാണ് ഈ 2 കിടക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ഡിനോമിനേറ്റർ നമ്മൾ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരും. അതായത് നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 2⁻100. ഇവിടെ എന്താണ്, ഇത് ഡിവിഷൻ ആയിരുന്നു. അപ്പൊ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എന്താവും, മൾട്ടിപ്ലിക്കേഷൻ ആവും അല്ലെ. അപ്പൊ ഇവിടെ ഡിവൈഡഡ് ബൈ ആയിരുന്നു. അപ്പൊ മുകളിലേക്ക് വരുമ്പോൾ അതിന്റെ പവറിലും ചേഞ്ച് വരും. അതെന്താവും, 2⁻1 ആവും. ഇത് 2⁻1 ആയിരുന്നു. അത് ന്യൂമറേറ്ററിലേക്ക് വന്നപ്പോൾ എന്ത് പറ്റി, അതിന്റെ പവർ എന്തായി, ഇൻവേഴ്സ് ആയി. അതായത് 1 എന്തായി, -1 ആയി. അപ്പൊ ഇവിടെ എന്താണ്, ഇൻറ്റു ആണ് അല്ലെ. അപ്പൊ ഇതുപോലെ ഇൻറ്റു വന്നാല് ഇവരുടെ എന്താ, ബേസ് സെയിമാ, രണ്ടാണ് ഈ 2 നമ്പറിന്റെയും ബേസ് ആയിട്ട് വരുന്നത്. സോ നമുക്ക് അതിന്റെ പവേഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഓൾറെഡി മൈനസ് ആണ്. സോ അതിന്റെ പവേഴ്സ് നമുക്ക് മൈനസ് ചെയ്യാം. ബേസ് എന്താക്കി എഴുതണം, സെയിം ആക്കി എഴുതണം. അതായത് ഇതിന്റെ രണ്ടിന്റെ ബേസ് 2 എന്ന് പറഞ്ഞല്ലോ. സോ 2 നമുക്ക് കോമൺ ആയിട്ട് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ പവേഴ്സ് എഴുതാം. ഇതിന്റെ ഫസ്റ്റ് 2ന്റെ പവർ എന്തായിരുന്നു, 100 ആയിരുന്നു. ഇനി രണ്ടാമത്തെ 2ന്റെ പവർ എന്തായിരുന്നു, -1 ആണ്. സോ ഇവിടെ നമുക്ക് എന്താക്കി ഇതാ, നേരെ -1 എന്ന് എഴുതാം. സോ നമുക്ക് 100 - 1 എല്ലാവർക്കും അറിയാലോ, എന്താ 100 - 1 99 ആണ്. സോ ഇവിടെ എന്ത് വരും, 2ന്റെ പവർ ആയിട്ട് 2⁻99 ആണ് നമ്മുടെ 2⁻100ന്റെ ഹാഫ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മുടെ MCQ ചോദ്യങ്ങളിലൊക്കെ എന്ത് വരും, ചിലപ്പോൾ 2⁻50 എന്നൊക്കെ കാണാം. കാരണം എന്താ, 100ന്റെ പകുതി 50, ചിലപ്പോൾ നമ്മൾ 100ന്റെ പകുതി 50 ആണല്ലോ. സോ നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്തും, 2⁻50 എന്നൊക്കെ എഴുതും. പക്ഷെ അല്ല, ഇതെങ്ങനെയാണ്, 2⁻100ന്റെ ഹാഫ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, അതിനേക്കാൾ 1 കുറയ്ക്കുന്നതായിരിക്കും. അതായത് 2⁻99. ഞാൻ വേറൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. അതായത് നമ്മളിപ്പോൾ 2⁻30യുടെ ഹാഫ് നമുക്ക് കാണണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്താക്കി എഴുതണം, ഇതുപോലുള്ള സ്റ്റെപ്പൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ. പക്ഷെ ജസ്റ്റ് 1 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം എഴുതാൻ പറ്റില്ല. എന്തായിരിക്കും 2⁻30യുടെ ഹാഫ് എന്ന് പറയുന്നത്, 2⁻30യുടെ ഹാഫ് എന്ന് പറയുന്നത് അത് 2⁻29 ആയിരിക്കും. അപ്പൊ അതുപോലെ എന്തായിരിക്കും ഈ 2⁻38ന്റെ ഹാഫ് എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഈ പറഞ്ഞ മെത്തേഡ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനും ഇതുപോലെ ഈസി ടിപ്സിനും ട്രിക്സിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്